Hi all, welcome to TOES Academy. So എല്ലാവരും സെറ്റ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ നമുക്കിനി അധികം ദിവസങ്ങളില്ല സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഇപ്പം എല്ലാവരും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പം നിങ്ങളുടെ റിവിഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങളുടെ മുൻപിൽ മോസ്റ്റ് എക്സ്പെക്റ്റഡ് 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സെറ്റ് ഫിസിക്സ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഈസി ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന 50 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുൻപ് തന്നെ ടോസ് അക്കാഡമി ടെലിഗ്രാമിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പം MCQ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സും MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ തരും. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഒരു ടെലിഗ്രാം ചാനൽ എക്സാം ടൈമിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മോസ്റ്റ് എക്സ്പെക്റ്റഡ് 15 ക്വസ്റ്റ്യൻ ഫ്രം സെറ്റ് ഫിസിക്സ് ആണ് കേട്ടോ. കുറച്ച് ഈസി ട്രിക്സുകൾ കൂടെ ചില ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ട്രിക്സും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ നോക്കി പോവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ക്രിസ്റ്റൽ വിത്ത് യൂണിറ്റ് സെൽ പാരാമീറ്റേഴ്സ് A equal B equal C, alpha equal beta equal gamma equal 90 belongs to monoclinic, triclinic, cubic system and hexagonal system. അപ്പം ഇത് നമ്മുടെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിന് എപ്പോഴും തന്നെ ഒരു 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. ഇതിന്റെ ഏതെങ്കിലും ഒരു, നമുക്കറിയാം 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ഇതേപോലെ മിക്കവാറും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കിതൊരു ട്രിക്ക് വഴി നമുക്കിത് പഠിക്കാം. അപ്പം എങ്ങനെ പഠിക്കാൻ നോക്കുക. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, റോംബോഹീഡ്രൽ, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക് അല്ലെ. ഇതിങ്ങനെ ഈ പറയുന്ന ആക്സിസ് ലെങ്ത്തും ആംഗിൾസും ഒക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് പൊതുവെ കൺഫ്യൂഷൻ വരുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇപ്പൊ ഞാനൊരു ട്രിക്ക് പറയാൻ പോവാണ്, നിങ്ങളത് പഠിച്ചിരിക്കുക. അപ്പൊ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ്? ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. കുട്ടോ അതായത് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്. റൈറ്റ് ഹാൻഡ് മതി, റൈറ്റ് ഹാൻഡ് റോംബോഹീഡ്രൽ, ഹാൻഡ് ഹെക്സഗണൽ, റൈറ്റ് ഹാൻഡ് മതി. മോണോക്ലിനിക്, ട്രിക്ക് കാണിക്കാൻ ട്രൈക്ലിനിക്. പഠിച്ചോ? അങ്ങനെയാണ് കുട്ടോ റൈറ്റ് ഹാൻഡ് മതി ട്രിക്ക് കാണിക്കാൻ. എന്താണ്? കുട്ടോ റൈറ്റ് ഹാൻഡ് മതി ട്രിക്ക് കാണിക്കാൻ. ഈ ഒരു ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടോ എന്ന് പറയുമ്പോൾ CU ഏതാണ്? ക്യൂബിക്. കുട്ടോ ടെട്രാഗണൽ, ഓർത്തോറോംബിക്. കുട്ടോ റൈറ്റ് ഹാൻഡ് റോംബോഹീഡ്രൽ, ഹാൻഡ് ഹെക്സഗണൽ, മതി മോണോക്ലിനിക്, ട്രിക്ക് കാണിക്കാൻ ട്രൈക്ലിനിക്. കണ്ടോ, 7 സിസ്റ്റം നമ്മൾ ഓർഡറിൽ പഠിച്ചു. ഈ ഓർഡറിൽ തന്നെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് നോക്കിക്കോളൂ. നമുക്ക് ആക്സിസിന്റെ ലെങ്ത്തും ആംഗിളും വെച്ചിട്ടാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് അല്ലെ. അപ്പൊ ഇതേ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ആക്സിസ് ലെങ്ത് നോക്കിക്കോ. A equal B equal C ആണ് എന്തിന്? ക്യൂബിക്കിന് വരിക. ടെട്രാഗണൽ ആവുമ്പോഴോ A equal B not equal C. ഒരു പാറ്റേൺ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓർത്തോറോംബിക് ആവുമ്പോൾ A not equal B not equal C. കണ്ട പാറ്റേൺ പോലെ ആദ്യം എല്ലാം ഈക്വൽ, പിന്നെ ഇവിടെ അൺഈക്വൽ ആണ്, പിന്നെ ഇത് രണ്ടും അൺഈക്വൽ ആണ്. കണ്ടോ, അത് പഠിച്ചു. ഇനി അടുത്ത സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുവാണ്. A equal B equal C ആണ് റോംബോഹീഡ്രലിന്. പിന്നെ റിപ്പീറ്റ് ചെയ്യുക A equal B not equal C. മോണോക്ലിനിക് എങ്ങനെയാണ്? A not equal B not equal C and triclinic വരുമ്പം സെയിം A not equal B not equal C. കണ്ടോ, പഠിച്ചോ? ഇതാണ് ഇതിന്റെ ആക്സിസ് ലെങ്ത് അല്ലെ. വളരെ എളുപ്പമാണ്. ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ A equal B equal C, A equal B not equal C, A not equal B, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും മാറത്തില്ല. ഇനി ആംഗിൾ നോക്കുവാണെങ്കിലോ ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ 90 ഡിഗ്രി. ഇത് തന്നെ സെയിം 3 എണ്ണത്തിനും ഇത് സെയിം ആണ്. ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ 90. ഈ 3 എണ്ണത്തിനും ഇത് സെയിം ആണ്. കണ്ടോ, അപ്പൊ ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ ഉള്ള ഗുണം നോക്കിക്കേ. കണ്ടോ, ഇത് 3ഉം സെയിം ആണ്. ഇനി അടുത്തത് വരുന്നത് റോംബോഹീഡ്രലിന് വരുമ്പോൾ ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ബട്ട് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. കണ്ടോ, ഇതൊരു പാറ്റേണിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി അടുത്തത് മാത്രം, അടുത്ത 2 എണ്ണം മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെന്താണ്? ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ 90 ഡിഗ്രി ആണ്.
and gamma equal 120 degree. And monoclinic വരുമ്പോൾ alpha equal gamma equal 90 degree ആണ്, which is not equal to beta. And triclinic വരുമ്പോൾ alpha not equal to beta not equal to gamma not equal to 90. കണ്ടോ, എളുപ്പമാണല്ലോ പഠിക്കാൻ. ഈ പാറ്റേണിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? കുട്ടോ റൈറ്റ് ഹാൻഡ് മതി ട്രിക്ക് കാണിക്കാൻ അല്ലെ. നമ്മുടെ ഇവിടുത്തെ അക്കാഡമിയിൽ പഠിക്കുന്ന എല്ലാവരും ഈ ഒരു ഇത് പഠിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ അവർക്ക് എല്ലാവർക്കും ആൻസേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ CTO RH MT എന്നൊക്കെ പറഞ്ഞ് കോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മെമ്മറിയുടെ ഇഷ്യൂ വരും അല്ലെ. ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എല്ലാ കാലവും നമുക്ക് ഇത് ഓർമ്മിക്കും. കാരണം നമ്മളൊരു കഥ പോലെയല്ലേ, കുട്ടോ റൈറ്റ് ഹാൻഡ് മതി ട്രിക്ക് കാണിക്കാൻ. കണ്ടോ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ പാറ്റേൺ വരുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ 1 മാർക്ക് കണ്ടൻസ്ഡ് മാറ്ററിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ പല കാര്യങ്ങൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കും. അപ്പൊ നമുക്കവിടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പോയി നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. Okay, a crystal with unit cell parameters A equal B equal C and alpha equal beta equal gamma equal 90 belongs to. Okay, A equal B equal to C വരുന്നത് ഏതാ? രണ്ട് കേസിലാണ് അല്ലെ. ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ കുട്ടോ അല്ലെ, കുട്ടോ പിന്നെ റൈറ്റ് ഹാൻഡ് മതി. ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് വരുമ്പോൾ നാലാമത്തെ അല്ലെ, അതിലുമാണ് A equal B equal C വരിക. അപ്പൊ A equal B equal to C, ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ ഈക്വൽ ടു 90 വരുന്ന ഒരു ഒറ്റ കേസേ ഉള്ള ഏതാണ്? ക്യൂബിക് സിസ്റ്റം ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ട്രിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ദ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ വിച്ച് ഹാസ് എ സെയിം കൈനറ്റിക് എനർജി ആസ് ഇറ്റ്സ് റെസ്റ്റ് മാസ് എനർജി ഈസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക എന്താണ് നമ്മുടെ എനർജി അല്ലെ. E is equal to നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. E എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? E എന്ന് പറയുന്നത് അതിന്റെ റെസ്റ്റ് മാസ് എനർജി അല്ലെ, റെസ്റ്റ് മാസ് എനർജി പ്ലസ് എന്താണ് കൈനറ്റിക് എനർജി ആണ് എനർജി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ വിച്ച് ഹാസ് സെയിം കൈനറ്റിക് എനർജി ആസ് ഇറ്റ്സ് റെസ്റ്റ് മാസ് എനർജി. അപ്പൊ റെസ്റ്റ് മാസ് എനർജി നമുക്കറിയാം എന്താണ്? m0c² ആണ് അല്ലെ. അപ്പൊ കൈനറ്റിക് എനർജി റെസ്റ്റ് മാസ് എനർജി സെയിം ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? കൈനറ്റിക് എനർജിക്കും m0c² കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 2m0c² അല്ലെ. അപ്പൊ എനർജിക്ക് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? റൂട്ട് ഓഫ് p²c² പ്ലസ് m² c⁻⁴ അല്ലെ. അപ്പൊ നമുക്ക് ഈ സ്ക്വയർ ഒന്ന് മാറ്റണം. അപ്പൊ അതിന് എന്ത് ചെയ്യാം? ഓൾ സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? p²c² പ്ലസ് m0² c⁻⁴. ഇവിടെ m0 നമുക്ക് ഇടാം ഈക്വൽ ടു, ഇവിടെ ചെയ്യുമ്പോൾ 4m0c², സോറി സ്ക്വയർ ചെയ്യുമ്പോൾ 4m0² c⁻⁴ എന്ന് കിട്ടും അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൊമെന്റം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? p²c² is equal to, ഇതിന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 3m0² c⁻⁴ എന്ന് വരും അല്ലെ. ഇനി അപ്പൊ p² ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. p² is equal to 3m0² c⁻⁴ by c². അതായത് ഈ c²ഉം ഇവിടുത്തെ ഒരു സ്ക്വയറും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? m0² c⁻² എന്ന് കിട്ടും അല്ലെ, m0². അതായത് p² ആണ് ഈ വാല്യൂ. അപ്പൊ p എന്തായിരിക്കും? √3m0c അല്ലെ, √3m0c. അപ്പൊ നമ്മളിവിടെ m0 എന്ന് എടുത്തത് കൊണ്ടാണ് അങ്ങനെ. അല്ലെങ്കിൽ എന്താണ്? m എടുത്താൽ മതി. അത് നമ്മുടെ ഉചിതം പോലെ നമുക്ക് ആ സമയത്ത് മാറ്റാൻ പറ്റണം. അപ്പം A is equal to √3mc. റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്ത എക്സാം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ PYQs എടുത്ത് നോക്കുക. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്ന് എപ്പോഴും തന്നെ ഒരു ക്വസ്റ്റ്യൻ അവര് ചോദിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഇവാലുവേറ്റ് ചെയ്യുക x p e⁻⁻.
അപ്പൊ ഇത് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി വളരെ എളുപ്പത്തിൽ ഒരു മെത്തേഡ് ഉണ്ട്. നമുക്കൊരു കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ പോയിസൺ ബ്രാക്കറ്റ് ചെയ്യുക. ശേഷം ആ ആൻസറിനെ ഇൻറ്റു അയോട്ട അല്ലെ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന്റെ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക അല്ലെ. അപ്പൊ നമുക്കറിയാം പോയിസൺ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ എ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബി ബൈ ഡോ പി മൈനസ് ഡോ എ ബൈ ഡോ പി ഡോ ബി ബൈ ഡോ എക്സ് അല്ലെ. ഇങ്ങനെയല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു പി ഇ റേസ് ടു മൈനസ് പി അല്ലെ. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്തേ. അപ്പൊ ഈ സെക്കൻഡ് ടേം നോക്കിക്കേ, എ എന്ന് പറയുമ്പോൾ എക്സ് ആണ്, അതിൽ പി ഇല്ല. ബിയിൽ പി ഇ റേസ് ടു മൈനസ് പി ആണ്, അതിൽ എക്സ് ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ടേം 0 ആയി. ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡോ എ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ എക്സ് ബൈ ഡോ എക്സ് തന്നെ അല്ലെ. 1 ഇൻറ്റു അടുത്ത ഡോ ബി ബൈ ഡോ പി ചെയ്യണം അല്ലെ. അപ്പൊ പി ഇ റേസ് ടു മൈനസ് പി ആണ്. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? യു ഡാഷ് വി അല്ലെ. യു ഡാഷ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു വി ഇ റേസ് ടു മൈനസ് പി പ്ലസ് യു വി ഡാഷ് പി ഇ റേസ് ടു മൈനസ് പി ഇൻറ്റു മൈനസ് 1 അല്ലെ. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇ റേസ് ടു മൈനസ് പി കോമൺ ആണ്, നമുക്ക് പുറത്തെടുക്കാം. ഇ റേസ് ടു മൈനസ് പി ഇൻറ്റു 1 മൈനസ് പി എന്ന് കിട്ടും അല്ലെ. ഇതാണ് പോയിസൺ ബ്രാക്കറ്റിന്റെ റിസൾട്ട്. ഇതിന്റെ കൂടെ ഐ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമുക്ക് കിട്ടിക്കോളും. കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിന്റെ സൊല്യൂഷൻ ആണ് കിട്ടുക. അപ്പൊ ഇവിടുന്ന് ഓപ്ഷൻ നോക്കിക്കേ, വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പൊ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് കാണാൻ പറ്റി. ഏതായിരിക്കും ഓപ്ഷൻ വരിക? I into 1 minus p e raised to p. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഇത് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ സൈക്ലിക് കോർഡിനേറ്റ് ഇൻ ദ ലഗ്രാഞ്ചിയൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു ലഗ്രാഞ്ചിന്റെ ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡിറ്റർമൈൻ ചെയ്യാണ് അല്ലെ. ഇത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ആ ക്യൂ എന്ന് പറയുന്നത് അല്ലെ, ആ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈക്ലിക് കോർഡിനേറ്റ് ആയിരിക്കും അല്ലെ. അപ്പോൾ പക്ഷെ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോ എൽ ബൈ ഡോ ക്യൂ ഒന്നും കാണാൻ പോകണ്ട. ഒറ്റ കാര്യം നോക്കിയാൽ മതി. നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചിയൻ ഒരു ഈസി ട്രിക്ക് ആണ്. ലഗ്രാഞ്ചിയനെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ എന്താ? ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ലഗ്രാഞ്ചിയനിൽ നോക്കിക്കേ, എക്സ് ഡോട്ട് ഉണ്ട്, എക്സ് ഉണ്ട് അല്ലെ. പക്ഷെ വൈ ഡോട്ട് ഉണ്ട്, ബട്ട് വൈ എന്ന് പറയുന്ന ടേം ഇല്ല അല്ലെ. അപ്പോ എന്താണ്? അപ്പൊ ഈ ഒരു ടേം ഉണ്ടോ? രണ്ടും ഒരു എക്സ് ഡോട്ട് എക്സ് വൈ ഡോട്ട് വൈ, ഈ രണ്ട് കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇല്ലാത്തത് ഏതാണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ സൈക്ലിക് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് ഡോട്ട് എക്സ് ഉണ്ട്, പക്ഷെ വൈ ഡോട്ട് എന്ന് പറയുന്നതേ ഉള്ളൂ, വൈ ഇല്ല അല്ലെ. വൈ ഡോട്ട് മാത്രമേ ഉള്ളൂ, വൈ കോർഡിനേറ്റ് ഇവിടെ ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ് ഈ ഒരു പ്രത്യേക ക്വസ്റ്റ്യനില് സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റം എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് മിക്കവാറും തന്നെ എക്സാമുകൾക്ക് PYQs ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സൈക്ലിക് കോർഡിനേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈഞ്ഞൊടിക്കുന്ന സമയം കൊണ്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഗിബ്സ് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് as. അപ്പൊ നമുക്കറിയാം തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ് അല്ലെ. നമുക്ക് ഏതൊക്കെയാണ് റെപ്രസെന്റേഷൻ? യു ഫോർ ഇന്റേണൽ എനർജി ആണ്, എൻതാൽപ്പിയുടെ റെപ്രസെന്റേഷൻ H ആണ്, ഹെൽംഹോൾട്സ് ഫ്രീ എനർജി F ആണ് റെപ്രസെന്റേഷൻ, ആൻഡ് ഗിബ്സ് ഫ്രീ എനർജി G ആണ് റെപ്രസെന്റേഷൻ. അപ്പൊ ഇത് പഠിക്കാൻ ഒരു ട്രിക്ക് തരുവാണ്. പല എക്സാമുകൾക്കും ഈ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാം. ഈ ഒരു ബോക്സ് വരയ്ക്കാൻ പഠിക്കുക. ആ ബോക്സിന്റെ ഉള്ളിൽ ഹുഫ് ജി എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ കരാട്ടയ്ക്കൊക്കെ ഹുഫ് എന്ന് പറയും അല്ലെ. അപ്പൊ ഹുഫ് ജി, മാസ്റ്റർ ജി എന്നുള്ളതുകൊണ്ട് അപ്പൊ ഹുഫ് ജി, ആ ഒരു ഓർഡർ, ഈ ബോക്സിന്റെ ഓർഡർ ഒന്നും മാറിപ്പോകരുത് കേട്ടോ. വളരെ കറക്റ്റ് ആയിട്ട് എഴുതണം. ഓർഡർ മാറി മീൻസ് ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതുക, ഓർഡർ മാറി പോകരുത് കേട്ടോ. ഇനി നോക്കുക, ഇനി
ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തെഴുതണം? മൈനസ് ടി എസും ഇങ്ങോട്ടേക്ക് വരുമ്പോ പ്ലസ് പി വി. ഇതെന്താണെന്ന് ഞാൻ പറയാം. നോക്ക്, ആദ്യം നമ്മൾ എച്ച് എഴുതാൻ പോകും. വളരെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ യുവിൽ നിന്നാണ് എച്ചിലേക്ക് വരുന്നത് അല്ലെ, തൊട്ട് പുറകിത്തത് യുവിൽ നിന്നാണ് എച്ചിലേക്ക് വരുന്നത്. അപ്പൊ യു കണ്ടോ, യുവിൽ നിന്ന് ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ നമ്മുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ പ്ലസ് പി വി എന്ന് എഴുതി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എഫ് ആണ് നമ്മൾ അടുത്തത് കാണേണ്ടത്. എഫ് ഇസ് ഈക്വൽ ടു, എഫ് എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കുക? അതിന്റെ തൊട്ട് പുറകിൽ അല്ലെ. അപ്പൊ എഫിലേക്ക് വരുന്ന എന്താണ്? യുവിൽ നിന്നാണ് അല്ലെ. അപ്പൊ യു. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്താ? ഈ ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് ടി എസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ യു മൈനസ് ടി എസ് ആണ് എഫ് അല്ലെ, ഫ്രീ എനർജി. ഇനി ജി അല്ലെ, ഗിബ്സ് പൊട്ടൻഷ്യൽ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൽ നിന്നാണ് വരുന്നതെങ്കിൽ എഫ് ഏതെഴുതണം? പ്ലസ് പി വി അല്ലെ, എഫ് പ്ലസ് പി വി. ഇനി അതേപോലെ ജി വേറെ റെപ്രസെന്റേഷൻ ഉണ്ട്. ജിയിൽ നിന്ന് എച്ചിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റും അല്ലെ, എച്ചിൽ നിന്ന് ഇങ്ങോട്ടും വരാം. അപ്പൊ എച്ച് മൈനസ് ടി എസ്, അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ അത് തിരഞ്ഞെടുത്താൽ മതി. അപ്പൊ എച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് മൈനസ് ടി എസ് ആണ് വരേണ്ടത്. കണ്ടോ? ഇനി നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, ജി ഈക്വൽ ടു, കണ്ടോ എല്ലാം ടി എസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജി ഈക്വൽ ടു ഈ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. മൈനസ് ടി എസ് വരണം അല്ലെ. അപ്പൊ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ തന്നെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന 4ഉം ഇല്ല അല്ലെ. അപ്പൊ എച്ച് മൈനസ് ടി എസ് ആണ്. അപ്പൊ ഇവരിവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു യു പ്ലസ് പി വി. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, യു പ്ലസ് പി വി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓപ്ഷൻ ഡി ആണ്, ജി ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ്. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ട്രിക്ക് പഠിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഈ ചോദ്യം ചോദിച്ചു, നമുക്ക് ഈ ചോദ്യം എത്ര തവണ കാണാതെ പഠിക്കാൻ പറ്റും അല്ലെ. അടുത്ത തവണ ഇതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിലോ, അപ്പൊ നമുക്ക് ആ ട്രിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ പ്രോസസ് ഓഫ് ഫേസ് ട്രാൻസിഷൻ സൂപ്പർ കണ്ടക്ടർ, ഈ പോർഷൻ ഒക്കെ കണ്ടൻസ് മാറ്റർ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. ഗിബ്സ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ റിമൈൻസ് കോൺസ്റ്റന്റ്, ഓൺലി എൻട്രോപ്പി റിമൈൻസ് കോൺസ്റ്റന്റ്, ഓൺലി വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്, ഓൺലി ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഗിബ്സ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലെ. അപ്പൊ നിങ്ങൾ ഫേസ് ട്രാൻസിഷൻ അല്ലെ, ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ, സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻസ്, ഇവയുടെ പ്രത്യേകതകൾ, ഇവയ്ക്കുള്ള കുറച്ച് കോമൺ എക്സാമ്പിളുകളൊക്കെ തീർച്ചയായിട്ടും നോക്കി വെച്ചിട്ടേ സെറ്റ് എക്സാമിന് പോവാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് ഇസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഈസ്. അപ്പൊ ഇസെൻട്രിസിറ്റി ആണ് ഇവിടെ എപ്സിലോൺ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇ എന്നാണ് പൊതുവെ നമ്മൾ ഇയോ, എനർജിക്ക് ക്യാപിറ്റൽ ഇയും ഇസെൻട്രിസിറ്റിക്ക് ഇ അല്ലെങ്കിൽ എപ്സിലോൺ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ കൺവീനിയൻസ് ആണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇസെൻട്രിസിറ്റി ഇവിടെ എപ്സിലോൺ വെച്ചാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നോക്കിയേ, ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ നമ്മളിത് എനർജിയുടെ ടേംസിലും അതേപോലെ എസെൻട്രിസിറ്റിയുടെ ടേംസിലും രണ്ടിന്റെ ടേംസിലും പഠിക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വരുന്ന എക്സാമിന് എലിപ്റ്റിക്കൽ ഓർബിറ്റിന്റെ എനർജിയുടെ വാല്യൂ വെച്ചിട്ടായിരിക്കാം ഏത് ഓർബിറ്റ് ആണെന്ന് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഇസെൻട്രിസിറ്റി ആണെങ്കിൽ നമ്മൾ 1 ആയിട്ട് റിലേറ്റ് ചെയ്താൽ പറയാ, എനർജി ആണെങ്കിൽ 0 ആയിട്ടാണെന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇസെൻട്രിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എനർജി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നോക്കിക്കേ, ഇതൊക്കെ നോക്കിക്കേ, ഇതിലേക്ക് ഗ്രേറ്റർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്? ഹൈപ്പർബോള, കൂടുതലാണ് ആ രീതിയിൽ അല്ലെ. 0യേക്കാൾ കൂടുതലാണ്, 1നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഹൈപ്പർബോള കണ്ടോ. അപ്പൊ ഷേപ്പ് ഏതാണ്? ഹൈപ്പർബോള. ഇനി ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു ഇസെൻട്രിസിറ്റി, ഓക്കെ, ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനർജി ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? പാരബോള. നോക്കിക്കേ, ഈ ലൈൻ നോക്കിക്കേ, ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്? പാരലൽ ലൈൻ ആണെന്ന് ഇങ്ങനെ ഓർക്കണം. അപ്പൊ എന്താണ്? പാരബോള. അപ്പൊ അതിനി മാറിപ്പോവില്ലല്ലോ. ഇനി ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്, അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് എനർജി ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എലിപ്സ്. കുഞ്ഞാണ് അല്ലെ, എലിയാണ്, ചെറുതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ്? എലിപ്സ് ആണ്.
ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ 3 റിലേഷനും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ആ ക്ലൂ വെച്ച് ഓർക്കുകയാണ്. ഒത്തിരി പേർക്ക് ഇത് ഡൗട്ട് വരാറുണ്ട്. പഠിച്ചിട്ട് പോകും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഡൗട്ട് വരും. പക്ഷെ നിങ്ങൾ ഈ ഒരു ക്ലൂ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മാറത്തില്ല. അപ്പൊ എന്താണ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ പാരലൽ ലൈൻ ആണെന്ന് ഓർക്കുക. അപ്പൊ എന്താണ് പാരബോള. ഇനി ഈ ലെസ് ദാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നെങ്കിൽ എലിപ്സ് ആണ്, എലിയാണ്, കുഞ്ഞാണ്. അപ്പം എലിപ്സ്. ഈ ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ് ഗ്രേറ്റർ ആണ് അല്ലെ, ഹൈപ്പർബോള. ആ രീതിയിൽ ഓർത്തു വെക്കുക. അപ്പം അത് നിങ്ങൾക്ക് ഒരിക്കലും ഇനി മാറത്തില്ല. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ വാല്യൂ ഓഫ് ഇസെൻട്രിസിറ്റി ഓഫ് എലിപ്റ്റിക്കൽ ഓർബിറ്റീസ്. നോക്കിക്കേ, എലിപ്സിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇസെൻട്രിസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? ഇ ഇസ് ഈക്വൽ ടു ലെസ് ദാൻ 1 എന്നുള്ളതാണ് ആൻസർ വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ലെസ് ദാൻ 1 എന്നുള്ളത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും അല്ലെ. 0 ലെസ് ദാൻ എപ്സിലോൺ ലെസ് ദാൻ 1. കണ്ടോ, ഈ ലെസ് ദാൻ 1 എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് കോംപ്ലക്സ് ദ വാല്യൂ ഓഫ് കോംപ്ലക്സ് ഇന്റഗ്രൽ ഓഫ് സി 3z² plus 7z plus 1 by z plus 1 dz where c is mod z equal to half is. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ആണ് അല്ലെ. അപ്പം ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെയ്താൽ ടൈം പോവോ, ഉത്തരം കിട്ടുമോ എന്നുള്ള സംശയങ്ങളൊക്കെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടിപ്പ് എന്ന് പറയുന്നത്, ചില സമയത്ത് നിങ്ങൾ ഈ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വാല്യൂ ഓഫ് പോൾ ഒന്ന് ഡിറ്റർമൈൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ പോള് ചെയ്യുക? z+1 ഈസ് ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ ഇസഡിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. നോക്കിക്കേ, ഇവിടെ ഈ പ്രോബ്ലം ഇതോടെ അവസാനിച്ചു അല്ലെ. നമ്മൾ ഉദ്ദേശിച്ച പോലെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യണ്ട. z ഈസ് ഈക്വൽ ടു -1 ആണ് അല്ലെ. ഇവിടെ സർക്കിൾ എന്താണ്? z ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഈ പോള് ഈ സർക്കിളിനുള്ളിൽ റിസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഓപ്ഷൻ എന്താണ്? ബി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. കണ്ടോ, അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് ടഫ് ആയിരിക്കും എന്ന് ഇവാലുവേറ്റ് ചെയ്യരുത്. എപ്പോഴും പോള് ഡിറ്റർമൈൻ ചെയ്യുക. ചിലപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പറ്റുമോ ഇല്ലയോ, കിട്ടുമോ, സമയം പോവോ എന്നൊന്നും പേടിച്ച് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. ക്വസ്റ്റ്യൻസ് നോക്കുക, ചിലപ്പം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ദ കനോണിക്കൽ മൊമെന്റ ആർ. അപ്പൊ ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം അല്ലെ. ഒരു ലഗ്രാഞ്ചിയൻ, ഒരെണ്ണത്തിന്റെ ലഗ്രാഞ്ചിയൻ കാണാതെ അറിഞ്ഞിരിക്കണം. എന്താണ് ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. അപ്പൊ എന്താണ്? ½mv² - q5 plus q into v dot a by c, where v and a are scalar and vector potentials ആണ് അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലഗ്രാഞ്ചിയൻ നമ്മൾ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ വരുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഈ ലഗ്രാഞ്ചിയൻ എടുത്ത് ചോദിക്കാറുണ്ട്. ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കനോണിക്കൽ മൊമെന്റ P is equal to ∂L by. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ കോർഡിനേറ്റ് ആയിട്ട് ജനറലൈസ് ∂L by ∂V ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ∂L by ∂V കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ അല്ലെ. അപ്പം ∂L by ∂V കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടേം 0 ആയി പോകും അല്ലെ. പിന്നെ ഈ 2 ടേം മാത്രമേ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ∂L by ∂V is equal to ∂V by ∂V of ½ mv² - q5 plus q into v dot a by c അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ടേം ചെയ്യണം. അപ്പൊ ½ into v² ഡെറിവേറ്റീവ് 2v അല്ലെ. അപ്പൊ ഇവിടെ നമുക്കില്ല, ഈ ഒരു ടേം v യുടെ ടേം വരുന്നില്ല. പ്ലസ് q by c into v dot a ഡെറിവേറ്റ് ചെയ്യുമ്പോൾ u' v അല്ലെ 0 ആണ്. പ്ലസ് uv' അല്ലെ. uv' എന്ന് പറയുമ്പോൾ a കൂടെ വരും അല്ലെ. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിവിടെ ആൻസർ എന്താണ്? 2 ഉം 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ mv plus q by c into a അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.
കണ്ടോ, ഇങ്ങനെ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമുക്ക് ഒരു 5-6 ലഗ്രാഞ്ചിയൻ നമ്മൾ കാണാതെ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം സെറ്റ് എക്സാമിനൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്ത് വന്നത് അല്ലെ. അല്ലാതെ ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഡോയൽ ബൈ ഡോവി ഒക്കെ കാണുമ്പോഴേക്കും എത്ര ടൈം ആയിരിക്കും അല്ലെ. അതൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള മെത്തേഡ് അല്ല. അപ്പൊ കുറച്ചു കാര്യങ്ങൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം നന്നായിട്ട് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം. ഓക്കെ, അടുത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ദ ഡീജനറസി ഓഫ് ദ n equal to 2 ലെവൽ ഫോർ എ 3-dimensional ഐസോട്രോപിക് ഓസിലേറ്റർ ഈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിന് നമുക്കറിയാം ആവറേജ് ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു 12 to 13 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ, എന്തായാലും ഒരു 10 ക്വസ്റ്റ്യൻ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഉറപ്പാണ് അല്ലെ. അപ്പൊ അതിനകത്ത് 10 ക്വസ്റ്റ്യനിൽ 10ഉം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ദ ഡീജനറസി ഓഫ് 3-dimensional ഐസോട്രോപിക് ഓസിലേറ്റർ എന്താണ്? ഹാഫ് ഇൻറ്റു n + 1 ഇൻറ്റു n + 2 അല്ലെ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്വേഷൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം അത്ര സ്ട്രോങ് അല്ല കേട്ടോ. സ്ട്രോങ് അല്ല, നിങ്ങൾക്ക് ബേസ് പോലും നിങ്ങൾ ഓക്കെ ആക്കിയിട്ടില്ല. അപ്പൊ ഹാഫ് ഓഫ് n + 1 ഇൻറ്റു n + 2 ആണ് അല്ലെ. അപ്പൊ for n equal to 2 ലെവൽ ആണ് അല്ലെ. for n equal to 2 n ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഹാഫ് ഓഫ് 2 + 1 3 ഇൻറ്റു 2 + 2 4 അല്ലെ. അപ്പൊ എത്ര വരും? ഹാഫ് ഓഫ് 12. ഹാഫ് ഓഫ് 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 6. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലെ. അപ്പൊ ഇതേപോലുള്ള എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് നമ്മുടെ എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കണം, ശേഷം മാത്രം ഹയർ ലെവലിലേക്ക് ബിൽഡ് ചെയ്തു പോവുക. കാരണം സെറ്റ് എക്സാമിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതില് ജനറൽ കാറ്റഗറിക്കാണ് ഏറ്റവും വലിയ കട്ട് ഓഫ് അല്ലെ. അത് എത്രയാണ്? 48 മാത്രമാണ് അല്ലെ. ബാക്കി ഇനിയിപ്പോ നിങ്ങൾ 50 കൂട്ടിക്കോ എന്നാൽ കൂടെ, അതായത് ഈ പറയുന്ന 10 എണ്ണത്തിൽ ഒരു 4 എണ്ണോ 5 എണ്ണെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു ബേസ് ലെവൽ ചോദിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ പറയുന്ന ബേസിക്സ് സ്ട്രോങ് ആയിട്ട് പഠിച്ചാലും സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് പാസ്സാവാൻ പറ്റാത്ത എപ്പോഴാ? നമുക്ക് ബേസും അറിയില്ല, എന്നാൽ നമ്മൾ ഹയർ ലെവലിലേക്ക് എത്തിയിട്ടുമില്ല അല്ലെ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാതെ പോകുന്നവരാണ് ഈ ഒരു പറയുന്ന സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാതെ. ഒന്നും ഓർക്കണം, നെഗറ്റീവ് ഇല്ലാത്തൊരു എക്സാം ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചെറിയ എഫേർട്ട് ഇട്ടാൽ 120 ഒരു 50 മാർക്ക് നമുക്ക് കിട്ടാതിരിക്കോ? ഇല്ല അല്ലെ. അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. നിങ്ങൾ വലിയ വലിയ ക്വസ്റ്റ്യൻ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ ബേസിക്സ് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു എക്സാമിന് പോയിക്ക്. നിങ്ങൾക്ക് സെറ്റ് പോലുള്ള ഒരു എക്സാം, ഒരു PSC ലെവൽ അല്ലെങ്കിൽ നെഗറ്റീവ് എക്സാംസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഇത് പറയില്ല. പക്ഷെ സെറ്റ്, കേട്ടറ്റ് പോലുള്ള എക്സാമിനൊക്കെ നിങ്ങൾ അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കട്ട് ഓഫ് മാർക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, so next question നോക്കാം. In an ideal gas obeying Maxwell-Boltzmann statistics, there are n number of particles at temperature T. The heat capacity at constant volume is. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തറിയണം? ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയണം. ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ഗ്യാസ്, ഇത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്താണ്? 3/2 NkBT അല്ലെ. 3/2 NkBT. ആവറേജ് എനർജി എന്ന് പറയുന്നത് 3/2 kBT ആണ്. ആൻഡ് ടോട്ടൽ ഇന്റേണൽ എനർജി ഫോർ n മോളിക്യൂളിന് 3/2 NkBT അല്ലെ. ഇനി വളരെ എളുപ്പമാണ്. ഹീറ്റ് കപ്പാസിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ∂U/∂T അല്ലെ. വളരെ എളുപ്പമാണ്. അതായത് 3/2 NkB. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഇത് നെറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെറ്റിന്റെ 2 മാർക്ക് പോർഷനിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3/2 NkB. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 6t³ + 3sin4t ഈസ് അല്ലെ. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് അറിയുമെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിനാദ്യം രണ്ട് ഇക്വേഷൻ അല്ലെ, 6t³ + 3sin4t അല്ലെ, രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയണം. ഒന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n, അതെന്താണ്, n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 അല്ലെ, s raised to n plus 1, ഇതാണ് എന്ത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t raised to n. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin at അല്ലെ, ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. That is equal to a by s square plus a square. അപ്പൊ ഈ രണ്ട് റിസൾട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലെ, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ക്വസ്റ്റ്യൻ എഴുതുകയാണ് 6t³ + 3sin4t അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റ് കൊടുക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 6t³ + 3 കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം, 3 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin4t അല്ലെ. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് 6 കോമൺ ആണ് ആൻഡ് t raised to n അല്ലെ, t³ t raised to n എന്നുള്ള രീതി കൊടുക്കാം, n is equal to 3. അപ്പൊ അത് ചെയ്യുമ്പോൾ 3 ഫാക്ടോറിയൽ ബൈ s raised to n plus 1, അതായത് 3 plus 1 4 plus 3 into Laplace transform of sin at. Sin at യുടെ Laplace a by s square plus a square ആണ് അല്ലെ. അപ്പം 3 into sin 4t എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ, sin 4t. സോ sin at എന്ന് പറയുമ്പോൾ a by s square plus a square അല്ലെ. അപ്പൊ ഇവിടെ a എന്താണ്, a by s square plus a square. a square എന്താണ്, a square എന്ന് പറയുന്നത് 4 square. ഇവിടെ നോക്കിയേ 3 into aക്ക് പകരം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, 4 ആണ് അല്ലെ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 3 into 4 അല്ലെ. അപ്പൊ ഇത് ചെയ്തു വരുമ്പോ എന്ത് വരും, നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരും, 6 into 3 factorial by s raised to 4 plus 12 by s square plus 16 കണ്ടോ, s square plus 16 ഇങ്ങനെ വരും അല്ലെ. അപ്പൊ 3 factorial എന്ന് പറയുമ്പോൾ എന്താണ്, 3 into 2 അല്ലെ. അപ്പൊ 3 into 2 എന്ന് പറയുന്നത് 6, 6 into 6 36, which is equal to 36 by s raised to 4 plus 12 by s raised to 4 plus 16. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ നോക്കുക, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം നന്നായിട്ട് പഠിച്ചിരിക്കണം. സെറ്റ് പോലത്തെ എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെ, അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് an electron gas approaches the value 3/2 R at low temperature, increases linearly at high temperature, approaches the value 3/2 R at high temperature, none of this അല്ലെ. നമ്മുടെ ഫിസിക്സിനും നെറ്റിനും സെറ്റിനും ഒക്കെ ധാരാളം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. approaches the value 3/2 R at very high temperature, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്പെസിഫിക് heat of an electron gas. Okay. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ J1 equal to 3/2 and J2 equal to 5/2, total number of eigenstates are. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ചെയ്യാം. എന്താണ്, 2j plus 1 into 2j2 plus 1, 2j1 plus 1 into 2j2 plus 1, ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് ഐഗൺ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗം അല്ലെ, എളുപ്പ രീതി. അപ്പൊ 2 into J1 എത്രയാണ്, 3/2 plus 1 into 2 into J2 എത്രയാണ്, 5/2 plus 1 അല്ലെ. അത് ചെയ്യുന്ന സമയത്ത് 3 plus 1 4 into 5 plus 1 6, which is equal to 6 into 4 24. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഐഗൺ സ്റ്റേറ്റ്സ് ആർ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം
ഒരു സെറ്റ് എക്സാമിന് അല്ലെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ലഗ്രാഞ്ചിയൻ ടു ഹാമിൽട്ടോണിയൻ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ലഗ്രാഞ്ചിയന്റെ ഇക്വേഷൻ ഓഫ് ലഗ്രാഞ്ചിയൻ ചോദിക്കാം, അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ ടു ഹാമിൽട്ടോണിയൻ അല്ലെ. ഇത് രണ്ടും ഇല്ലാത്ത ഒരു രണ്ടിൽ ഏതെങ്കിലും ഒന്നില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ. അപ്പൊ നോക്കുക, ഹാമിൽട്ടോണിയൻ കറസ്പോണ്ടിങ് ടു ദ ലഗ്രാഞ്ചിയൻ L equal to ax dot square plus by dot square plus kxy. ഓക്കെ, ഈസ്. അപ്പം അവിടെ നോക്കുക 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഓപ്ഷനെ കുറിച്ച് ആദ്യം ബോധേഡ് ആവേണ്ട, ജസ്റ്റ് ആദ്യം ലഗ്രാഞ്ചിയൻ ടു ഹാമിൽട്ടോണിയൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. So Lx equal to ax dot square plus by dot square plus kxy ആണ്. px കാണുന്നത് അല്ലെ, ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട്. അപ്പൊ 2ax ഡോട്ട് എന്ന് വരും അല്ലെ. ഈ ഒരു ടേം എടുത്ത് ചെയ്യുമ്പോൾ എന്ത് വരും, 2 into ax ഡോട്ട്. ഇനി py എങ്ങനെ കാണും, ഡോ എൽ ബൈ ഡോ y ഡോട്ട് ഈക്വൽ ടു 2by ഡോട്ട് വരും. ഇനി നമ്മുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, h is equal to sigma of pj qj dot minus l. ഇവിടെ നമുക്ക് x ഉം y ഉം ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ലെ. അപ്പൊ px x ഡോട്ട് പ്ലസ് py y ഡോട്ട് മൈനസ് ലഗ്രാഞ്ചിയൻ കുറയ്ക്കാം. അപ്പൊ നിങ്ങൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2x ഡോട്ട് സ്ക്വയർ പ്ലസ് 2by ഡോട്ട് സ്ക്വയർ. അതായത് നമ്മുടെ px ന്റെ വാല്യൂ 2ax ഡോട്ട് ആണ് അല്ലെ, ഇൻറ്റു എക്സ് ഡോട്ട്. അപ്പൊ 2x ഡോട്ട് സ്ക്വയർ പ്ലസ് py 2by ഡോട്ട് ഇൻറ്റു y ഡോട്ട്, 2by ഡോട്ട് സ്ക്വയർ മൈനസ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ax ഡോട്ട് സ്ക്വയർ പ്ലസ് by ഡോട്ട് സ്ക്വയർ പ്ലസ് kxy എന്ന് കിട്ടും. ഇനി എന്ത് മാത്രം ചെയ്താൽ മതി, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ px py ടേമിലാണ്. അപ്പൊ എക്സ് ഡോട്ടിനെ ഇതിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോൾ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും, px by 2a ആയിരിക്കും അല്ലെ. ഇവിടെ നോക്കുമ്പോൾ y ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, py by 2b ആയിരിക്കും അല്ലെ. ഇത് എക്സ് ഡോട്ടിലും y ഡോട്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ റെഡി അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് h is equal to a into x dot square ആണ് അല്ലെ. അപ്പൊ x dot എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, px by 2a. അപ്പൊ അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ px square by 2a യുടെ സ്ക്വയർ 4a square plus b into അടുത്തത് എന്താണ്, b into നമ്മുടെ py square by 4b square plus kxy. അപ്പൊ ഈ എയും കട്ട് ചെയ്യാം, ഈ ബിയും കട്ട് ചെയ്യാം. ആൻസർ px square by 4a plus py square by 4b plus kxy. ഓക്കെ, അപ്പോ നമ്മുടെ 15 ക്വസ്റ്റ്യൻ, മോസ്റ്റ് എക്സ്പെക്റ്റഡ് 15 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, സെറ്റ് പോലത്തെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കാട് കയറി പഠിക്കുക. ഏതൊരു എക്സാമിനാണെങ്കിലും കാട് കയറി പഠിക്കുക എന്നുള്ളത് എപ്പോഴായിരിക്കണം, നമ്മുടെ ബേസിക് അത്രയും സ്ട്രോങ് ആക്കി അത്യാവശ്യം നല്ലൊരു ബേസിക് പ്രിപ്പറേഷൻസിന് ശേഷം മാത്രം നിങ്ങൾ ധാരാളം എന്താ പറയാ ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. അല്ലാത്ത പക്ഷം സെറ്റ് പോലുള്ള ഒരു എക്സാമിന് നമുക്ക് പാസ്സാവാനുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾക്ക് ബേസിക് ആയി, നിങ്ങൾ അധികം ടൈം കിട്ടാത്തവരെ സംബന്ധിച്ച്, ഇപ്പൊ നമ്മുടെ അക്കാഡമിയിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു 6 മാസത്തെ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് ടൈം ഉണ്ടായിരുന്നു, അവർ തുടക്കം തൊട്ടേ ഒരേ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് അല്ലെ. അല്ലെങ്കിൽ മറ്റ് എവിടെയാണെങ്കിലും നമ്മൾ ആ ഒരു ടൈം സ്പാൻ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാം, ലോവർ ലെവലും ഹയർ ലെവലും ഒക്കെ പഠിച്ചു കയറി വരാം. പക്ഷെ ഒരു ചെറിയ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആക്കേണ്ടത് നിങ്ങളുടെ ബേസ് ആണ് കേട്ടോ. അതിനുശേഷം മാത്രം വലിയ ക്വസ്റ്റ്യൻസിലേക്ക് അല്ലെങ്കിൽ ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. സെറ്റ് എക്സാം എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.